നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനം. വനിതാ ജഡ്ജി ഉൾപ്പെട്ട ബെഞ്ചായിരിക്കും രൂപീകരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാവായ സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവർ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിനെ വെട്ടിലാക്കുന്ന അൻവർ വിവാദത്തിൽ CPM കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തിരുത്തലിന് പകരം പാർട്ടിയും സർക്കാരും കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നതിൽ നേതൃത്വത്തിന് അനിഷ്ടം. സംസ്ഥാന ഘടകം പരിഹാരം കാണട്ടെ എന്ന നിലപാടിൽ കേന്ദ്ര നേതൃത്വം. PV അൻവർ MLA പരാതി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും വസ്തുനിഷ്ഠമായി അന്വേഷണം നടത്തുമെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. വനം മന്ത്രി AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ നീക്കം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പാർട്ടി തീരുമാനം. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്ന് AK ശശീന്ദ്രൻ. ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി അധികാരമേറ്റ പ്രേംകുമാർ. ലൈംഗികാതിക്രമ പരാതിയെ തുടർന്ന് അന്വേഷണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചതോടെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പ്രേംകുമാറിന് നൽകാൻ സർക്കാർ തീരുമാനമായത്. വ്യക്തിപരമായി സന്തോഷമില്ലെന്നും രഞ്ജിത്ത് പ്രിയപ്പെട്ട സുഹൃത്താണെന്നും നടൻ പ്രേംകുമാർ. അക്കാദമിയുടെ ജനാധിപത്യ സ്വഭാവം കാക്കുമെന്നും പ്രേംകുമാർ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി അധികാരമേൽക്കുന്നതിനിടയിലാണ് പ്രേംകുമാറിന്റെ പരാമർശം. ലൈംഗികാതിക്രമ കേസിൽ നിയമ നടപടിക്കൊരുങ്ങി നടൻ നിവിൻ പോളി. ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും FIR റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. കേസ് അന്വേഷണത്തിനുള്ള സംഘത്തെ ഇന്ന് തീരുമാനിക്കും. നടനെതിരെ FIR രജിസ്റ്റർ ചെയ്തത് ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി. സുപ്രധാന ബില്ല് പാസാക്കി ഹിമാചൽ സർക്കാർ. MLA മാരുടെ കൂറുമാറ്റം തടയാൻ പുതിയ നിയമനിർമ്മാണം നടത്തി കോൺഗ്രസ് സർക്കാർ. കൂറുമാറുന്ന MLA മാർക്ക് പെൻഷൻ ലഭിക്കില്ല. ലൈംഗികാതിക്രമ പരാതികളിൽ ശക്തമായ നടപടിയെടുക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം. ലൈംഗികാതിക്രമ പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപവൽക്കരിക്കും. ലൈംഗികാതിക്രമം തെളിയിക്കപ്പെട്ടാൽ കുറ്റക്കാർക്ക് 5 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തും. US-ലെ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. വെടിവെപ്പുണ്ടായത് ജോർജിയയിലെ അപ്പലാച്ചി ഹൈസ്കൂളിൽ. അക്രമിയെന്ന് സംശയിക്കുന്ന 14-കാരനായ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ടത് 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും. നിയമങ്ങളിൽ പുനർവിചിന്തനം നടത്താൻ അമേരിക്കൻ സർക്കാർ. ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ മറികടക്കാൻ പെൻഷൻ പ്രായം 68 ആക്കും. നിലവിലെ 66 വയസ്സ് 68 ഉയർത്താൻ ആവശ്യപ്പെട്ട് ലേബർ നേതാക്കൾ അടങ്ങുന്നവരുടെ പഠന റിപ്പോർട്ട്. പ്രായപരിധി ഉയർത്തിയാൽ 6.1 ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി രാഹുൽ ദ്രാവിഡ് തിരിച്ചെത്തുന്നു. ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷമുള്ള ദ്രാവിഡിന്റെ മടങ്ങി വരവാണ് ഇത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 39 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവും. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.